മലനടപ്പാടത്ത് വിത്തെറിഞ്ഞു. ഇനി 100 മേനി വിളവിനായുള്ള കാത്തിരിപ്പിന്റെ ദിനങ്ങൾ. തെറിഞ്ഞു. തൊട്ടു പിന്നാലെ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രജനീഷ്, പ്രസിഡന്റ് രവി, ട്രഷറർ അജയ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ വിത്ത് വിതച്ചു. മലനട ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടന്നു വരാറുള്ള കൃഷിയുടെ വിത്ത് വിതയ്ക്കൽ ആണ് ഇപ്പം നടന്നത്. ഏകദേശം 16 ഏക്കറോളമുള്ള നെൽപ്പാടത്താണ് നമ്മൾ കൃഷി ഇറക്കുന്നത്. ഇപ്പം നമ്മുടെ മലനടയുടെ പ്രധാന സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നെൽപ്പാടങ്ങളും നെൽകൃഷിയും തന്നെയാണ്. പിന്നെ അതുപോലുള്ള ഈ നെല്ല് നമ്മൾ വിതച്ച് അത് വേണ്ട പ്രോസസ്സിങ് കാര്യങ്ങളൊന്നും അതിൻ്റെ തീരുമാനമായിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടന്നു വരാറുള്ളത്. ദക്ഷിണേന്ത്യയിലെ ഏകദേശത്വമായ പൊരുടുത്ത് മലനട ക്ഷേത്രത്തിൽ ഇന്ന് വിത്തറിയൽ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ 2 കൃഷിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 16 ഏക്കർ നിലമാണ്. അത് കൃഷിഭവൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെ ആനുകൂല്യത്തോടെയാണ് നമ്മളിവിടെ കൃഷി ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊയ്ത്തുത്സവം നടത്താറുണ്ട്. അങ്ങനെ 2 പരിപാടിയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ അപ്പൂപ്പൻ്റെ ഏറ്റവും ഇഷ്ടമായ കൃഷിയും. ഇവിടെ ഒരു കണ്ടത്തിൽ കൊണ്ട് നടുക്ക് വെച്ചതിന് ശേഷമാണ് നമ്മൾ കന്നിമൂലയ്ക്ക് ഇവിടെ വിത്തറിയുന്നത്. കൃഷിഭവന്റെ സഹായത്തോടെ ഉമ ഇനത്തിൽപ്പെട്ട വിത്താണ് 16 ഏക്കർ പാടശേഖരത്തിൽ വിതച്ചത്. 90 ദിവസമാണ് വിളവെടുപ്പിന്റെ കാലാവധി. ഇനി കൊയ്ത്തുത്സവത്തിന്റെ നല്ല നാളുകൾക്കായി കാത്തിരിപ്പിലാണ് ഭക്തർ.